മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പിന് ഇനി 9 നാൾ മാത്രം ബാക്കി. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ജില്ലയിൽ മത്സര രംഗത്ത് 78 സ്ഥാനാർത്ഥികൾ. ആക്രമണം തുടർക്കഥയായതോടെ ഗൾഫ് മേഖല ആശങ്കയിൽ. UAE-യിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചു. തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിൽ പ്രവാസികൾ. കേച്ചേരി പന്തിത്തടത്ത് യുവാവ് ബൈക്കിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ. കളക്ടറേറ്റിലെ റവന്യൂ വകുപ്പ് സീനിയർ ക്ലർക്ക് അന്തിക്കാട് സ്വദേശി വിജിത്താണ് മരിച്ചത്. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആനപ്പാപ്പാനെ ശിക്ഷിച്ചു. അക്കിക്കാവ് സ്വദേശി നിഷാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. 33 വർഷം തടവും 85,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന്റെ പ്രവർത്തനം നിലച്ചു. പുതിയ മാർക്കറ്റ് ഉടൻ ആരംഭിക്കുമെന്ന് വ്യാപാരികൾ. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പിന് ഇനി 9 നാൾ മാത്രം ബാക്കി. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 78 പേരാണ് മത്സര രംഗത്തുള്ളത്. 10 പേർ മത്സരിക്കുന്ന മണലൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് മാത്രം സ്ഥാനാർത്ഥികളുള്ള നാട്ടികയിലാണ് കുറവ് സ്ഥാനാർത്ഥികൾ. നാട്ടികയിൽ ഒഴികെ മുഴുവൻ മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് സ്ഥാനാർത്ഥികളുണ്ട്. ഗുരുവായൂർ, മണലൂർ, ചേലക്കര, കയ്പമംഗലം മണ്ഡലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ചുരുങ്ങിയ ദിവസം മാത്രമാണ് മുന്നിലുള്ളത് എന്നതിനാൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. യുദ്ധം ഇടവേളയില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖല ആശങ്കയിൽ. യുദ്ധം തുടങ്ങി 1 മാസം പിന്നിട്ടിട്ടും ആക്രമണത്തിന് അയവ് വന്നിട്ടില്ല. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. യുദ്ധം നീളുന്നതോടെ ഗൾഫ് മേഖല പ്രതിസന്ധിയിലാവുകയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ആശങ്കയോടെയാണ് ദിനങ്ങൾ തള്ളി നീക്കുന്നത്. വിവിധ മേഖലകളെ യുദ്ധം ബാധിക്കുന്നത് തൊഴിലിനെയും ബാധിക്കുമെന്ന സ്ഥിതിയിലായിട്ടുണ്ട്. എണ്ണവില വർധന സർവ്വമേഖലയിലും വിലക്കയറ്റം ഉണ്ടാക്കുമെന്ന ആശങ്കയുണ്ട്. ഇതേസമയം UAE-യിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചു. 3 തരം പെട്രോളിനും വില വർദ്ധിച്ചു. ഡീസലിനും 2 ദിർഹത്തിനടുത്ത് വില വർദ്ധിച്ചു. കളക്ടറേറ്റിലെ റവന്യൂ വകുപ്പ് സീനിയർ ക്ലർക്കിനെ ബൈക്കിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് പടിയം കൊട്ടാരപ്പറമ്പ് ചെറാക്കോലി വിജയൻ മകൻ 38 വയസ്സുള്ള വിജിത്താണ് മരിച്ചത്. കളക്ടറേറ്റിൽ അർദ്ധരാത്രി വരെ തെരഞ്ഞെടുപ്പ് ജോലി ചെയ്ത് ഇന്ന് പുലർച്ചെ ഭാര്യ ഗൃഹത്തിലേക്ക് പോകുമ്പോൾ കേച്ചേരി പന്നിത്തടത്ത് വച്ചായിരുന്നു സംഭവം. ബൈക്കിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കാർഡിയക് അറസ്റ്റാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഭൌതിക ശരീരം തൃശൂർ കളക്ടറേറ്റിൽ പൊതുദർശനത്തിന് വച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആനപ്പാപ്പാനെ ശിക്ഷിച്ചു. അക്കിക്കാവ് താരുവളപ്പിൽ നിഷാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. 33 വർഷം തടവും 85,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. ആനപ്രിയനായ ആൺകുട്ടിയെ വിവിധ ഇടങ്ങളിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. അടയ്ക്ക മാർക്കറ്റിന്റെ ഉടമയായ ചേറു മാർക്കറ്റിന്റെ ലൈസൻസ് പുതുക്കിയില്ല. ഇതോടെയാണ് മാർക്കറ്റ് പ്രവർത്തനം നിർത്താൻ കാരണം. ഉത്തരേന്ത്യയിൽ പോലും പ്രസിദ്ധമായ പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റ് മറ്റൊരു സ്ഥലത്ത് തുടങ്ങാനുള്ള ശ്രമത്തിലാണ് വ്യാപാരികൾ. മുൻപ് അടയ്ക്ക മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് തന്നെ പുതിയ മാർക്കറ്റ് ആരംഭിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. നിലവിലെ അടയ്ക്ക മാർക്കറ്റിന് 70 കൊല്ലത്തോളം പഴക്കമുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ വൻ തിരക്കാണ് അടയ്ക്ക മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ളവർ പോലും ഇവിടേക്കാണ് കച്ചവടത്തിന് എത്തിയിരുന്നത്. കാലക്രമേണ അടയ്ക്ക വ്യാപാരം കുറഞ്ഞതോടെ അടയ്ക്ക മാർക്കറ്റിന്റെ പ്രൗഢിയും കുറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പുതിയ സ്ഥലത്ത് വ്യാപാരം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികൾ.
ചാവക്കാട് സബ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതി പിടിയിൽ. മലപ്പുറം എടക്കര പാലേമാട് പുതിയത്തരി ശ്രീരാജാണ് പിടിയിലായത്. ഇന്നലെ വൈകിട്ട് 5ഓടെയാണ് ഇയാൾ ജയിൽ ചാടിയത്. ജയിലിലെ കേടായ എക്സോസ്റ്റർ ഫാൻ നന്നാക്കാൻ ഇയാളെ സെല്ലിന് പുറത്തിറക്കി കെട്ടിടത്തിന് മുകളിൽ കയറ്റിയിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് സമീപത്തുള്ള മരത്തിൽ കയറി രക്ഷപ്പെട്ടത്. പ്രതിയെ പിന്നീട് ഗുരുവായൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് പിടികൂടിയത്. 15-കാരിയെ പീഡിപ്പിച്ചതിന് പാവറട്ടി പോലീസാണ് പോക്സോ കേസിൽ ഇയാളെ പിടികൂടി റിമാൻഡ് ചെയ്തത്. ആറാട്ടുപുഴ പൂരം ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. പൂരത്തിന്റെ നെടുനായകത്വം വഹിക്കാൻ പുറപ്പെട്ട തേവർക്ക് ഭക്തർ നൽകിയത് രാജകീയ വരവേൽപ്പ്. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് രാവിലെ ഉപചാരം ചൊല്ലി തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് പഴുവിൽ വെണ്ട്രശ്ശേരി ശിവക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. പൂരച്ചടങ്ങിന്റെ ഭാഗമായി 5000-ഓളം പേർക്ക് കഞ്ഞി വിതരണം ചെയ്തു. വൈകിട്ട് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്തരം വിളക്കാഘോഷം നടക്കും. കോടികളുടെ തട്ടിപ്പ് നടന്ന പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചാവക്കാടുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. ക്രൈംബ്രാഞ്ച് ഇക്കണോമിക് ഫെൻസ് വിംഗ് ആണ് പരിശോധന നടത്തിയത്. സ്ഥാപനത്തിൽ 2019 മുതൽ തട്ടിപ്പ് നടന്നതായി പറയുന്നു. 100-ലധികം പ്രവാസികളിൽ നിന്ന് 20 കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. നിക്ഷേപകർ ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചാണ് കേസ് നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിമാറ്റം ഇന്ന് നടക്കും. ചടങ്ങുകളുടെ ഭാഗമായി അത്താഴപൂജ കഴിഞ്ഞ് രാത്രി 9 മണിക്ക് ക്ഷേത്രം നട അടയ്ക്കും. പാലക്കാട് ചെർപ്പുളശ്ശേരി തെക്കുപറമ്പത്ത് ശ്രീനിലയത്തിൽ നാരായണൻ നമ്പൂതിരിയാണ് പുതിയ മേൽശാന്തി. ക്ഷേത്രത്തിൽ 12 ദിവസം ഭജനം ഇരിക്കുന്നതിന് ശേഷമാണ് അദ്ദേഹം മേൽശാന്തിയായി ചുമതലയേൽക്കുന്നത്. ചാവക്കാട് സ്വദേശിനി മുഹസിനയുടെയും കുഞ്ഞിന്റെയും മരണം നിർഭാഗ്യകരമാണെന്നും എന്നാൽ അതിന്റെ മറവിൽ അക്യുപങ്ചർ ചികിത്സകരെയും ആ മേഖലയെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ അപലപനീയമാണെന്നും ഇന്ത്യൻ അക്യുപങ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഹ്സിനയ്ക്ക് ആശുപത്രിയിൽ നൽകിയ ചികിത്സയും അമിതമായ മരുന്നുപയോഗവും സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും നിരപരാധികളായ ചികിത്സകർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. സംഘടനാ ഭാരവാഹികളായ പ്രസിഡന്റ് ഷുഹൈബ് റിയാലു, ജനറൽ സെക്രട്ടറി CK സുനീർ മുക്കം, വൈസ് പ്രസിഡന്റ് സയ്യിദ് അക്രം മലപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. പാഞ്ഞാൾ തരപ്പള്ളി 13-ാം വാർഡിൽ 3 സെന്റ് മിച്ചഭൂമി സർക്കാരിൽ നിന്ന് ലഭിച്ചയാൾക്ക് വീട്ടിലേക്ക് എത്താൻ വഴിയില്ലെന്ന പരാതിയിൽ പാഞ്ഞാൾ പഞ്ചായത്ത് സെക്രട്ടറി സിറ്റിംഗിൽ നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത. 3 സെന്റ് സ്ഥലം 3 മീറ്റർ വീതിയുള്ള വഴിയോടുകൂടിയാണ് അനുവദിച്ചതെന്ന് ശ്രീധരൻ സമർപ്പിച്ച പരാതിയിൽ പറഞ്ഞു. എന്നാൽ വീടിന്റെ മുന്നിലൂടെ വാഹനം വരാനുള്ള വഴി ലഭ്യമല്ല. പാഞ്ഞാൾ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങി. പരാതിക്കാരന്റെ വീടിന് മുന്നിൽ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്റർ അനുസരിച്ചിട്ടുള്ള വഴി ലഭ്യമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റോഡ് സർവേ ചെയ്യാൻ 2023 ജൂൺ 23-ന് തലപ്പള്ളി തഹസിൽദാർക്ക് അപേക്ഷ നൽകിയിരുന്നു. സർവേ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ടും പരാതിക്ക് പരിഹാരമായില്ലെന്ന് പരാതിക്കാരൻ കമ്മീഷനെ അറിയിച്ചു. തുടർന്നാണ് ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുമായി പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചത്. കൊടുങ്ങല്ലൂരിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ചതായി പരാതി. മേത്തല വയലമ്പം സ്വദേശി കാലക്കശ്ശേരി രാജുവിനെയാണ് ആക്രമിച്ചത്. പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടി. കൊടുങ്ങല്ലൂർ ക്ഷേത്ര പരിസരത്ത് വെച്ച് ആയുധം കൊണ്ട് ആക്രമിച്ചുവെന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് മേത്തല സ്വദേശി ഗോകുലിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. പെരിഞ്ഞനത്ത് ഭർത്താവ് ഭാര്യയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. മദ്യലഹരിയിലുണ്ടായ വഴക്കാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പെരിഞ്ഞനം കുറ്റിലക്കടവിലെ പ്രളയപ്പുര സ്വദേശി കൊച്ചാട്ട് സിന്ധുവിനാണ് പരിക്കേറ്റത്. കഴുത്തിൽ കത്തികൊണ്ടുള്ള മുറിവേറ്റ ഇവർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് മഹേന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂരിൽ വാഹനമിടിച്ച് പരിക്കേറ്റ മുള്ളൻ പന്നിക്ക് നാട്ടുകാർ രക്ഷകരായി. തൈക്കാട് മില്ലുംപടിയിൽ ഇന്ന് പുലർച്ചെയാണ് മുള്ളൻ പന്നിയെ വാഹനമിടിച്ചത്. പരിക്കേറ്റ മുള്ളൻ പന്നി പരിഭ്രമിച്ച് തൊട്ടടുത്തുള്ള കടവരാന്തയിലേക്ക് ഓടിക്കയറി. കട തുറക്കാനെത്തിയവരെ കണ്ടതോടെ മുള്ളൻ പന്നി സമീപത്തെ മതിൽക്കെട്ടിനിടയിലേക്ക് കയറി. ഇതിൽ നിന്ന് പുറത്തിറങ്ങാനാകാതെ കുടുങ്ങിക്കിടന്ന മുള്ളൻ പന്നിയെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം എരുമപ്പെട്ടി ഫോറസ്റ്റിനെ കൈമാറി.
ജയിലുകളിലെ അന്തേവാസികളുടെ അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കണമെന്ന പരാതി തീർപ്പാക്കി മനുഷ്യാവകാശ കമ്മീഷൻ 2026 ജനുവരി 9-നാണ് അന്തേവാസികളുടെ വേതനം വർദ്ധിപ്പിച്ചത്. ഈ സാഹചര്യത്തിലാണ് കമ്മീഷൻ കേസ് തീർപ്പാക്കിയത്. ഇതിനു മുൻപ് 2018-ലാണ് ഏറ്റവും അവസാനമായി വേതന വർധനവ് നടത്തിയത്. തടവുകാരുടെ തുച്ഛമായ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ കമ്മീഷൻ അംഗം വി ഗീതയുടെ നിർദ്ദേശാനുസരണമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 5 വർഷമായി അന്തേവാസികളുടെ വേതനം വർദ്ധിപ്പിക്കാത്തത് തടവുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി റിപ്പോർട്ടിൽ പറഞ്ഞു. 50% വേതന വർധനവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ അധ്യയന വർഷം നടത്തിയ കായികമേള വിജയികൾക്കുള്ള ഓവറോൾ ട്രോഫികൾ വിതരണം ചെയ്തു. അയ്യന്തോൾ നിർമ്മല കോൺവെന്റ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ട്രോഫികളുടെ വിതരണ ഉദ്ഘാടനം വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി എം ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ജെ ബിജു അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ മിലിറ്ററി ഫുട്ബോൾ കോച്ച് താഹിറുദ്ദീൻ സാഹിബ് മുഖ്യാതിഥിയായിരുന്നു. നിർമ്മല കോൺവെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപിക ഹിത ഫ്രാൻസിസ്, അധ്യാപക സംഘടനാ പ്രതിനിധി ജോബി ബെൻസ്, കായിക അധ്യാപക പ്രതിനിധി അനൂപ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 202 പോയിന്റോടെ പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനവും 124 പോയിന്റോടെ HS അരിമ്പൂരും 99 പോയിന്റോടെ മനക്കൊടി സെന്റ് ജോൺസ് കോൺവെന്റ് സ്കൂളും ഓവറോൾ ട്രോഫികൾ കരസ്ഥമാക്കി. കർഷക കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. DCC ജനറൽ സെക്രട്ടറി ജെയിംസ് പോൾ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാർഷിക രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റം തുടരുന്ന ഗ്രീൻ ആർമിയുടെ തണ്ണിമത്തൻ കൃഷിക്ക് 100 മേനി വിളവ്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം രചന നാരായണൻകുട്ടി നിർവഹിച്ചു. ഗ്രീൻ ആർമി നെൽകൃഷിക്കായി ട്രേ നഴ്സറി ഒരുക്കിയ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷിയും ഒരുക്കിയത്. 65 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന റോക്ക് സ്റ്റാർ കിരൺ ഇനമാണ് കൃഷി ചെയ്തത്. കൃഷിസ്ഥലത്തെ മുഴുവൻ സമയവും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഗ്രീൻ ആർമി ലക്ഷ്യമിടുന്നത്. വിളവെടുപ്പിന് ഗ്രീൻ ആർമിക്ക് നേതൃത്വം നൽകുന്ന MR അനൂപ് കിഷോർ, PR അരവിന്ദാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ കാവുതീണ്ടലിനിടെ അനുമതിയില്ലാതെ ഡോക്യുമെന്ററി ചിത്രീകരിക്കുകയും ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ 4 പേർ പിടിയിൽ. ഡോക്യുമെന്ററി സംവിധായകനായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സജിൻ ബാബു, വയനാട് മാനന്തവാടി സ്വദേശി കുറ്റിപ്പുറത്ത് വീട്ടിൽ ജിജോ, പാലക്കാട് പെരിങ്ങോട് സ്വദേശി വിളക്കത്തറ വീട്ടിൽ ശരത് കുമാർ, കോഴിക്കോട് കടലുണ്ടി ചാലിയം സ്വദേശി ചാന്ദിനി വീട്ടിൽ ഷൈജു എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടിയത്. ഇവരുടെ വീഡിയോകൾ ഷെയർ ചെയ്തവർക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശുദ്ധികലശ ചടങ്ങുകൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും. ഗുരുവായൂരപ്പനും ഉപദേവന്മാർക്കുമായാണ് ശുദ്ധികലശം നടക്കുക. ഫാദർ ജോസ് ഫ്രാങ്കിന്റെ നവതി സ്വീകരണം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോരിക്കര കുരീച്ചിറയിൽ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഫാദർ ജിയോ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ അയൽക്കൂട്ടങ്ങൾക്ക് നൽകുന്ന 50 ലക്ഷം രൂപയുടെ വായ്പാ വിതരണവും ഇതോടൊപ്പം നടന്നു. കുന്നംകുളം നിയമസഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയമോഹൻ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. മങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച വാഹന പര്യടനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MM നിഷാദ് അധ്യക്ഷനായി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ NK കബീർ, DCC സെക്രട്ടറി PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക തുടങ്ങിയവർ നേതൃത്വം നൽകി.
പൂവത്തൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, പാവറട്ടി തീർത്ഥകേന്ദ്രം ട്രസ്റ്റി ജെയ്സൺ വടക്കൂട്ട്, PTA പ്രസിഡന്റ് AR പ്രവീൺ, MPTA പ്രസിഡന്റ് വിജയ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ALPS ആലത്തൂരിലെ 4ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. കൊടകര പോലീസ് സ്റ്റേഷൻ വിദ്യാലയത്തിലെ സജു പൌലോസ് സല്യൂട്ട് സ്വീകരിച്ചു. 4ാം ക്ലാസ്സിലെ കുട്ടികളാണ് പാസിംഗ് ഔട്ടിൽ പങ്കാളികളായത്. 110 മണിക്കൂർ വീതം 2 വർഷം കൊണ്ട് 220 മണിക്കൂർ പരിശീലനമാണ് കുട്ടികൾക്ക് നൽകിയത്. യുനെസ്കോ പ്രതിപാദിക്കുന്ന 10 ലൈഫ് സ്കില്ലുകളിലായിരുന്നു പരിശീലനം. സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് PM ജിൻസ, പരിശീലകൻ ശിവദാസ് കോടിയത്ത്, കമാൻഡോ നോഡൽ ഓഫീസർ CG അനൂപ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഏതൊരു പ്രവർത്തനത്തിന്റെ പിന്നിലും അതിനെ ചുക്കാൻ പിടിക്കുന്ന ആളെ പോലെ തന്നെ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത് അത് വലുതാക്കി ഒരു 3 എണ്ണം ചില്ല് ചെയ്ത് വെക്കണം കേട്ടോ. വാശി പിടിച്ചോ. ഓക്കെ അല്ലേ? തൃക്കൂർ പഞ്ചായത്ത് സർവോദയ ഹൈസ്കൂളിലെ 1975-76 SSLC ബാച്ച് 50 വർഷം പൂർത്തിയാക്കിയതിന്റെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. റൊട്ടേഡ് ഹെഡ്മിസ്റ്റർ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. രമേശ് അധ്യക്ഷത വഹിച്ചു. റൊട്ടേഡ് ടീച്ചർമാരായ ആനി, ഭാർഗവി, മേഴ്സി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൂട്ടായ്മ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,685 രൂപ, പവന് 1,09,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പിന് ഇനി 9 നാൾ മാത്രം ബാക്കി. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ജില്ലയിൽ മത്സര രംഗത്ത് 78 സ്ഥാനാർത്ഥികൾ. ആക്രമണം തുടർക്കഥയായതോടെ ഗൾഫ് മേഖല ആശങ്കയിൽ. UAE-യിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചു. തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിൽ പ്രവാസികൾ. കേച്ചേരി പന്നിത്തടത്ത് യുവാവ് ബൈക്കിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ. കളക്ടറേറ്റിലെ റവന്യൂ വകുപ്പ് സീനിയർ ക്ലർക്ക് അന്തിക്കാട് സ്വദേശി വിജിത്താണ് മരിച്ചത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആനപ്പാപ്പാനെ ശിക്ഷിച്ചു. അക്കിക്കാവ് സ്വദേശി നിഷാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. 33 വർഷം തടവും 85,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന്റെ പ്രവർത്തനം നിലച്ചു. പുതിയ മാർക്കറ്റ് ഉടൻ ആരംഭിക്കുമെന്ന് വ്യാപാരികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.